ഞാൻ അച്ഛല ബിജു. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു സെക്ഷൻ എടുത്തായിരുന്നു. അതായത് നമ്മൾ ക്ലാസ് 10th ഇലക്ട്രിക് എനർജി കൺസംഷൻസ് ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാം തന്നെയാണല്ലേ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് മുമ്പ് നമുക്ക് കുറച്ചധികം പരിപാടിയുണ്ട്. ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോഴേക്കും എന്താ, ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എന്താ ക്രിസ്മസ് സെലിബ്രേഷനും അതിനു മുമ്പായിട്ട് ഓരോ സ്കൂളിലും ടൂറൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ അറിഞ്ഞു. ടൂറൊക്കെ വന്ന് ക്ഷീണിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ എപ്പോൾ പഠിക്കാനാന്നേ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനു മുമ്പായിട്ട് പഠിച്ച് സെറ്റ് ആക്കണോ അല്ലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് മോഡൽ പ്രീ മോഡൽ അത് കഴിഞ്ഞിട്ട് SSLC. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തിനാ പേടിക്കണത്? സിമ്പിൾ അല്ലേ. നമ്മൾ പുല്ലുപോലെ പാസ്സാവും. നല്ല ഫുൾ A+ഓടെ എല്ലാവരും പാസ്സാവും. പ്രത്യേകിച്ച് നമ്മൾ എന്തിനാ ഫുൾ A+ മേടിക്കാൻ പോണം? ഫിസിക്സിൽ അല്ലേ? ഫിസിക്സിൽ നമുക്ക് ഫുൾ A+ മേടിക്കണം. അപ്പൊ എന്താ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ വന്നേക്കണത്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഇലക്ട്രിക്കൽ എനർജിന്റെ ഇൻട്രൊഡക്ഷനും അതിന് കുറച്ച് റിലേറ്റഡ് ആയ കുറച്ച് ലോസും, പ്രത്യേകിച്ച് ജൂൾസ് ലോ. ആ ജൂൾസ് ലോയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓം ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും അത് റിലേറ്റഡ് ആയ കുറച്ച് പ്രോബ്ലംസും അല്ലേ ചെയ്തത്. എല്ലാവരും അത് കാണണോട്ടോ പോയി, എന്നാലേ നിങ്ങൾക്ക് ഇതും കൂടി മനസ്സിലാവുള്ളേ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് അതിന്റെ ബാക്കിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ചട്ടപ്പട്ടേന്ന് നമുക്ക് ഇന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഇന്നത്തോടെ നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. കാരണം എന്താ, ഫുൾ പാക്ക് ആയിട്ട് നമ്മൾ ഇന്ന് സെറ്റ് ആക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ബാക്കി സെക്ഷൻ പഠിക്കാം. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവർ ആയിക്കോട്ടെ. ഇലക്ട്രിക്കൽ പവർ അല്ലേ? പവർ എന്ന് വെച്ചാൽ എന്താ അറിയാലോ, നമ്മള് സിനിമയിലും വേണ്ട, നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ കാർട്ടൂൺസ് ഒക്കെ അല്ലേ കൂടുതൽ കാണുന്ന. അപ്പൊ നമ്മുടെ മെയിൻ ഹീറോസ്, നമ്മുടെ മെയിൻ മനസ്സിലേക്ക് വരുന്ന പവറുള്ള ആൾക്കാരാണ് സൂപ്പർമാൻ, സ്പൈഡർമാൻ. അരെ വാ, അവരുടെയൊക്കെ ഫാൻസ് ആയിരുന്നു. അത് ആൺകുട്ടി പെൺകുട്ടിയൊന്നുമല്ല, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നല്ലേ, ക്യാരക്ടേഴ്സ് ആയിരുന്നല്ലേ. ഓക്കെ, അവരുടെ പവർ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പറയണത്, അവരെന്താ ഓരോ മനുഷ്യരെ രക്ഷിക്കുന്നു, അവർ കുറെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു, എന്തൊക്കെയല്ലേ അവർ ചെയ്തത്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, അതെ നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ബിൽഡിംഗ് ഒക്കെ വീഴാൻ പോകുമ്പോൾ പിടിച്ചു നിർത്താൻ? വേണ്ട. നമ്മുടെ മെയിൻ ഹീറോ ആരാ? ബാഹുബലി അല്ലെ? ബാഹുബലിയുടെ ഫുൾ സെറ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, നമ്മുടെ ബാഹുബലി എന്തായിരുന്നു? ബാഹുബലി നമ്മുടെ മറ്റേ ശിവലിംഗം ഇങ്ങനെ എടുത്ത് പൊക്കി. നമ്മളെ കൊണ്ട് പറ്റുമോ ശിവലിംഗം ഒക്കെ അങ്ങനെ പൊക്കാൻ? പക്ഷെ ബാഹുബലി ചെയ്തല്ലേ. അപ്പൊ നമ്മൾ പുള്ളിയുടെ പവർ എന്ന് പറയണത് എന്താ? ആ ശിവലിംഗം എടുത്ത് പൊക്കുമ്പോ അല്ലേ. അതേപോലെ ഇലക്ട്രിക്കൽ പവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതെന്താ? ഒന്നുമില്ല. അതായത് പവർ ഒരു വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? പവർ. അതായത് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? ഒരു വർക്ക് ഡൺ ചെയ്യുമല്ലേ, അതാണ് ഇലക്ട്രിക്കൽ എനർജിന്റെ പവർ. അതെ, ഒരു യൂണിറ്റ് ടൈമിൽ അത് ചെയ്യാൻ യൂസ് ചെയ്യും, ഒരു ഇലക്ട്രിക്കൽ എനർജി ചെയ്യാൻ യൂസ് ചെയ്യുന്ന വർക്ക്. അതായത് യൂണിറ്റ് ടൈമിൽ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. അതാണ് ഇലക്ട്രിക്കൽ എനർജിന്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജിന്റെ പവർ നമ്മൾ യൂണിറ്റ് ടൈമിൽ കാണിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ പറയട്ടെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയണത് എന്താ? നമ്മൾ എന്താണ് ഇപ്പൊ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു. അപ്പൊ അതിനോട് എന്ത് പറയുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണല്ലേ നമ്മൾ ജൂൾസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചത്. അപ്പൊ വർക്ക് ഡൺ കൊണ്ട് കാണിക്കുന്നത് എന്താ? W=H=I²RT. അതായത് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അവര് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് എന്താ? ഹീറ്റ് അല്ലേ. അതുകൊണ്ടാണ് എന്ത്? വർക്ക് H=I²RT. അതായത് W=H=I²RT അല്ലേ? അതായത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്, അതല്ലേ അവരുടെ വർക്ക് ഡൺ അല്ലേ? അതല്ലേ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണത്. പല അപ്ലയൻസിലും, സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്കും കുറച്ച് ടങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ അതൊക്കെ ക്ഷമിക്കണേ. ഓക്കെ, പല അപ്ലയൻസസിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന വർക്ക് ഡൺ എന്താ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്.
അതുകൊണ്ടാണ് H W = I²RT എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം നമ്മൾ ഇന്നലെ H = I²RT വെച്ച് ഓംസ് ലോ റിലേറ്റ് ചെയ്ത് കുറെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചല്ലേ. അതേപോലെ തന്നെ W = I²RT വെച്ചു. അപ്പം നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് V = I × R എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം, ഞാൻ ഇനി ഐനെ മാറ്റേണ്ടതാണ്. ഐ മാറ്റിയിട്ട് നമുക്കൊരു പുതിയ ഇക്വേഷൻ ഉണ്ടാക്കാം. ആ ഇക്വേഷനാണ് I = ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? V/R എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് W = V²R × T അല്ലേ? അപ്പം ഇതും കട്ടായി പോയിട്ട് ലാസ്റ്റ് എന്തുണ്ട്? V² × T അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷൻ ആയ W = V² × T എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി വേറൊരു ഇക്വേഷൻ എന്ന് പറയണത്, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ W = I²RT. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഐ മാറ്റിയിട്ടപ്പോഴേക്കും അപ്പം നമ്മൾ ആദ്യം പഠിച്ചെന്താ? W = I²RT. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ വേറെ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോണേ. അതിലത്തെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എന്താ? W = V²T എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എഴുതി. ഇനി ഇതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ എഴുതാൻ പോണേണ്. അതായത് നമുക്കറിയാം V = എന്താണ്? I × R അല്ലേ? ആണല്ലോ. ഇനി ഞാൻ നേരത്തെ I ആണ് റീപ്ലേസ് ചെയ്തത്, ഇനി R റീപ്ലേസ് ചെയ്യാം അല്ലേ? R റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? R = V/I അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? W = എന്താ? I²R ആറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? ആറിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം എന്നാ പറഞ്ഞത്? V/I × T അല്ലേ? അപ്പൊ ഇത് രണ്ടും കട്ടായി പോയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I × VT. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്നായിരിക്കുമല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതെന്താ? നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന ഇക്വേഷൻ തന്നെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എല്ലാ ഇക്വേഷൻസ് ഒന്ന് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കണോ അല്ലെ? എന്നാലല്ലേ നമുക്ക് പ്രോബ്ലം കിട്ടുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാകുള്ളൂ. അതെ, അതിനു വേണ്ടി ഞാനൊന്ന് റഫ് ആയിട്ട് പറയണതാണ്. അപ്പൊ നമുക്ക് ജൂൾസ് ലോ അറിയാം, ഓംസ് ലോ അറിയാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻസ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഒരു ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അവിടെ ഔട്ട്പുട്ട് ഹീറ്റ് ആണ്. അപ്പൊ അവർ ചെയ്യുന്ന വർക്കും എന്താണ്? ഹീറ്റ് തന്നെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യണതാണോ വർക്ക് എന്ന് പറയുന്നത്? ഓക്കെ, അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കണ്ടന്റ്. അപ്പോ അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഇനി ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ജൂൾസ് ലോയില് H = I²RT എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായ അല്ലേ? ഓക്കെ, I²RT എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നോക്കൂ, നമ്മൾ ഒരു ഇത് നോക്കാം. അതായത് പവർ = വർക്ക് ഡൺ ബൈ ടൈം അല്ലേ? പവർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ചെയ്യണ വർക്ക് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് ചെയ്യണുണ്ട്, അതാണ് പവർ എന്ന് പറഞ്ഞല്ലേ? അതൊരു ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിലും നമ്മളാണെങ്കിലും അതെ. ഞാനിപ്പോ എടുത്തു ഈ ബോട്ടിലെടുത്തു, ഞാൻ എടുത്തു ഇവിടെ വെച്ചു. അപ്പൊ ഞാൻ ചെയ്യണതാണ് എന്റെ വർക്ക് ഡൺ. അതെടുത്ത ടൈമാണ് എന്ത്? ആ ചെയ്ത പ്രവൃത്തിയിലാണ് എന്റെ പവർ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു P = വർക്ക് ബൈ ടൈം. ഓക്കെ, നമ്മൾ പറഞ്ഞു വർക്ക് = I²RT ആണല്ലേ?
ഐ സ്ക്വയർ ആർ ടി ഡിവൈഡഡ് ബൈ ടി അല്ലേ? അപ്പൊ ഈ ടിയും പോയിട്ട് നമുക്ക് എന്താ പവർ ഈക്വൽ ടു എന്ത് കിട്ടി? ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞു കിട്ടി അല്ലേ? ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. നോക്കിയേ, അപ്പൊ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആറാ. ഇത് നോക്കിയേ, ഈ ഇക്വേഷനിലൊന്ന് നോക്കിയേ, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു പവർ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 അല്ലേ? ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ 2 എടുത്ത് ഇക്വേഷൻ 1 ഇട്ടു. അതായത് ഐ സ്ക്വയർ ആർ ഈ രണ്ട് ഇക്വേഷനുണ്ട്. അപ്പൊ ഈ ഐ സ്ക്വയർ ആർക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? പി കൊടുത്തു. ദാറ്റ്സ് ഓൾ. അതായത് എച്ച് ഈക്വൽ ടു പി ഇൻറ്റു ടി. അതാതെ ഒരു പുതിയ ഇക്വേഷൻ കിട്ടിയല്ലേ? അതായത് ഹീറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്, പവർ, ടൈം, ഇത് മൂന്നും റിലേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ കൂടി നമ്മൾ ഉണ്ടാക്കിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പരസ്പരം യോജിപ്പിക്കാനുള്ള ഒരു പവർ കാണിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു പവർ വെച്ച് നമ്മൾ ആ ഒരു പവർ കാണിച്ചല്ലേ അല്ലേ ഗൈസ്? ഓക്കെ, അപ്പൊ നമ്മൾ എച്ച് ഈക്വൽ ടു പി ഇൻറ്റു ടി വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഞാൻ നോക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം അല്ലെ? എന്തൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ നോക്കാം. ഓക്കെ, എനിക്കറിയാം നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമെന്ന്. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ഭൂരിഭാഗം പോർഷൻ അങ്ങോട്ട് തീർന്നു. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി അല്ലേ? അപ്പൊ ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. At what applied voltage will an electric heating appliance marked 8 watt 240 voltage produced a power of 200 watt? അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കണ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഞാൻ പറഞ്ഞു ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആണെന്ന് പറഞ്ഞു, വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ പവർ പഠിച്ചില്ല, ഒരു പുതിയ ടേമും കൂടി കൊണ്ടുവന്നില്ലേ? അതിന്റെ യൂണിറ്റ് എന്താ? അതിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അയ്യോ, ക്വസ്റ്റ്യൻ ചോദിച്ചല്ല, വാട്ട് എന്ന് ചോദിച്ചതല്ല, വാട്ടാണ്. WATT. അതായത് WATT ആണ് എന്ത്? നമ്മുടെ പവറിന്റെ SI യൂണിറ്റ്. ഓക്കെ ഗൈസ്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ SI യൂണിറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി, എന്തൊക്കെയാണ് ഏത് ക്വാണ്ടിറ്റി ആണെന്ന് അറിയാൻ വേണ്ടി അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് will an electric heating appliance marked 800 watt 240 produced a power of 200 watt? അതായത് ഏതൊരു ഇലക്ട്രിക് അപ്ലയൻസ് ഉണ്ട്, ആ അപ്ലയൻസിന് തന്നേക്കണ പവർ എന്ന് പറയുന്നത് 800 വാട്ട് ആണ്. അവിടുത്തെ അതിന് പ്രൊഡ്യൂസ് അത് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര പവർ വേണ്ടി വരും? 200 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര പവർ ആവശ്യമുണ്ട്? ഓക്കെ, അപ്പോ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? 800 വാട്ട്. ആ ഇലക്ട്രിക് അപ്ലയൻസിന്റെ പവർ എത്രയാണ്? 800 വാട്ടാന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്യണ വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 200 വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എത്ര വോൾട്ടേജ് യൂസ് ചെയ്യണം? അതാ കുറച്ച് ടഫാന്ന് തോന്നണല്ലേ ക്വസ്റ്റ്യൻ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ, ഞാനില്ലേ നിങ്ങൾക്ക് കൂട്ടായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആദ്യം ചെയ്യേണ്ട പ്രക്രിയകൾ എന്താന്ന് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നല്ലേ? എന്താണോ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ തറവായിട്ട് വായിക്കുക, ദെൻ എന്ത് ചെയ്യുക, എന്നിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത് കൂടാണ്ട് വേറൊരു പവറും കൂടി തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു വോൾട്ടേജ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനാണല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുറെ പവറും കുറെ വോൾട്ടേജ് ഒക്കെ തരുമ്പോൾ നമ്മൾ എന്താ പവർ 1, പവർ 2, പവർ 3 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് തട്ടിവിടാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ എന്താണ്? 800 വാട്ട്, അതായത് P1. ഞാൻ അതിനെ P1 ആയിട്ട് എടുത്തു, 800 വാട്ട്. ഓക്കെ, ഇനി അത് ആ 800 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വോൾട്ടേജ് എത്രയാണ്?
240. അപ്പൊ V1 ഈക്വൽ ടു എന്താ 240. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ 2-3 ഇക്വേഷൻസ് ഒക്കെ പഠിച്ചല്ലേ, അപ്പൊ നമ്മൾ എങ്ങനെ കൺഫ്യൂഷൻ ആകൂലേ, നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും, ഏത് യൂസ് ചെയ്യണം എന്നുള്ള ഒന്നുമില്ല. നമുക്ക് തന്നേക്കണം എന്താ പി വി, പിന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് എന്താ വേറൊരു വി. അപ്പൊ പിയും വിയും റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ഏതാ, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. നിങ്ങൾക്ക് ഓർമ്മ വന്നെന്ന് എനിക്കറിയാം, അപ്പൊ ഞാൻ ചെയ്യണേനെ. അപ്പൊ നമുക്കറിയാം പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അതാ ആറില്ലല്ലോ നമ്മുടെ കയ്യില്, എന്ത് ചെയ്യും? പക്ഷെ ബാക്കി 2 സാധനങ്ങൾ ഇല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6 മാറ്റി കൊടുക്കാല്ലേ. കാരണം ആറ് കണ്ടുപിടിക്കാല്ലേ. കാരണം നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തൊരു സാധനത്തിനും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ആ റെസിസ്റ്റൻസ് അതിന് ഒരിക്കലും മാറാൻ പോകണില്ല. അപ്പൊ റെസിസ്റ്റൻസ് വോൾട്ടേജോ എന്ത് മാറിയാലും ഈ കേസിൽ ഇപ്പൊ മാറില്ല. അപ്പോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി അല്ലേ. അപ്പൊ വി സ്ക്വയർ എത്രയെന്നാ നമ്മൾ പറഞ്ഞത്, 240 into 240 divided by 800. സിമ്പിൾ. ഈ പൂജ്യം കട്ട് ചെയ്യുക, ഈ പൂജ്യം കട്ട് ചെയ്യുക. ഇന്ന് ബാക്കി എന്താ 8 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയായിരുന്നു, 3 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫൈനൽ ടച്ചിലേക്ക് എത്തി. നമ്മൾ അതായത് 24 into 3 എന്ന് പറയുന്നത് എന്താ 72 ohm. അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത റെസിസ്റ്റൻസ് എത്രയാണ്, 72 ohm. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി, വോൾട്ടേജ് കിട്ടി, പവർ കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ക്വസ്റ്റ്യന്റെ പകുതി ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി ബാക്കി പകുതി എന്താണ്, ഇനി എന്താ പറഞ്ഞേക്കണത്, ഇനി 200 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യണ വോൾട്ടേജ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ, ഓഫ് കോഴ്സ് P2 ഈക്വൽ ടു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അല്ലേ. ഇപ്പൊ നമ്മൾ ആറും പിയും കണ്ടുപിടിച്ചല്ലേ, അപ്പൊ വി കണ്ടുപിടിക്കാലോ. ഓക്കെ, അപ്പൊ V2 സ്ക്വയർ ഈക്വൽ ടു P2 ഇൻറ്റു ആർ അല്ലേ. അപ്പൊ P2 എന്ന് പറയണത് എത്രയാ, 800. സോറി P2 എന്ന് പറയണത് എത്ര, 200 അല്ലേ. 200 ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 72 ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര എഴുതാം, 0 then 72 into 2 144 വോൾട്ട് അല്ലേ, കിട്ടി. അപ്പൊ ഇവിടെ വെച്ച് തീർന്നോ? ഓക്കെ, നമ്മൾ സെറ്റ് വോൾട്ടേജ് കണ്ടുപിടിച്ചല്ലേ. പക്ഷെ ഇവിടെ വെച്ച് തീർന്നു സാധനം? ഇല്ലട്ടോ, തീർന്നിട്ടില്ല. കാരണം എന്താ, നമ്മൾ കണ്ടുപിടിച്ച എന്താ, V2 സ്ക്വയർ അല്ലേ. V2 സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. എന്താ, V2 മാത്രം അല്ലേ. അപ്പൊ V2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് എടുക്കുക, ദാറ്റ്സ് ഓൾ. അതായത് സ്ക്വയർ റൂട്ട് എടുക്കാൻ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ എന്താ LCM വഴി ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ വഴി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടണ ആൻസർ എന്താണെന്ന് അറിയോ? എല്ലാരും ഇത് ചെയ്ത് നോക്കണേ. നമുക്ക് കിട്ടണ ആൻസർ 120 വോൾട്ട്. കിട്ടിയല്ലോ, കിട്ടിയില്ലേ? നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പ്രോബ്ലം തന്നെ സെറ്റ് ആക്കി. എങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ ഓരോ സ്റ്റെപ്പായി അതെടുത്ത് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടുപിടിച്ചല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് when a heating appliance of power 500 volt operated for 5 minutes. എന്താ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഹീറ്റ് എത്രത്തോളം ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലേ. അപ്പൊ എന്ത് സാധനം, H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സാധനം എന്താ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. when a heating appliance of power 500 watt, അതായത് P തന്നിട്ടുണ്ട് എത്രയാണ്, 500 watt. അപ്പോ ആ വോട്ട് എത്ര നേരത്തേക്കാ പ്രോസസിങ് ആയത്, 5 minutes അല്ലേ. ടൈം എത്രയാ തന്നേക്കണത്,
5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞു, അതാ മിനിറ്റിലേക്കല്ലേ. പക്ഷെ ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു മിനിറ്റിനെ എങ്ങനെ സെക്കൻഡിലേക്ക് ആക്കണമെന്നും എങ്ങനെയാണ് സെക്കൻഡ് വന്നതെന്നും ഞാൻ പറഞ്ഞു തന്നല്ലേ. ഓക്കെ, അപ്പൊ 5 മിനിറ്റ്സിനെ സെക്കൻഡ്സിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 5 × 60, അതായത് 300 അല്ലേ? കഴിഞ്ഞു നമ്മുടെ പണി. കഴിഞ്ഞിട്ടില്ല, ഒരു ടാസ്കും കൂടെ ഉണ്ട്. നമ്മള് എച്ചും പിയും ടിയും തമ്മിലൊരു ഇക്വേഷൻ പഠിച്ചു, അതും കൂടി എഴുതി കഴിഞ്ഞാൽ സെറ്റ്. എച്ചും പിയും ടിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? H = P × T അല്ലേ? കഴിഞ്ഞു. ഇത് ഇപ്പൊ ശരിക്കും കഴിഞ്ഞിട്ടോ. എന്താണ് V എന്ന് പറയുന്നത്? എന്താ? 500 × 300 ഈക്വൽ ടു എന്താ ആൻസർ? 5 × 3 എത്ര? 15. പിന്നെ ബാക്കി പൂജ്യങ്ങൾ അങ്ങോട്ട് എടുത്ത് എഴുതാ. നമ്മൾ ഹീറ്റ് ആയതുകൊണ്ട്, ഹീറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് അവിടുത്തെ യൂണിറ്റ് എന്താണ്? ജൂൾസ്. അപ്പൊ കഴിഞ്ഞില്ലേ? എന്ത് പെട്ടെന്നല്ലേ പ്രോബ്ലംസ് ഒക്കെ ചട്ടപ്പടിയെന്ന് നമ്മൾ ചെയ്യണുണ്ടാവുക. ഇനി അപ്പൊ എക്സാമിനപ്പൊ ഇത്രയും കൂടി സ്ലോ ആവണ്ട, നല്ല സ്പീഡിൽ ശ്രദ്ധിച്ച്, സ്പീഡ് കൂടിയാലും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരു പ്രോബ്ലം ഇത്ര ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. എന്താണ്? ഓൺ ഹീറ്റിംഗ് അപ്ലയൻസ് ഇറ്റ് ഈസ് മാർക്ഡ് 529 വാട്ട് 230 വോൾട്ടേജ്. അപ്പൊ നമ്മൾ ഇതിപ്പോ ഇങ്ങനെ കിട്ടാൻ നമുക്കൊരു സാധനം മേടിച്ചാൽ, ഒരു ഫാൻ ആണെങ്കിലും ഒരു എന്താ പറയാ TV ആണെങ്കിലും എന്ത് സാധനം ആണെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യും, അത് എത്രത്തോളം വോൾട്ടേജ് യൂസ് ചെയ്യും, ഇതൊക്കെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ആ വഴി നമുക്ക് വേണമെങ്കിൽ എല്ലാ അപ്ലയൻസസിനെ നമ്മൾ വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോ. അത് എത്രയാണ്, എങ്ങനെയാണ്, എത്ര നേരം എടുക്കുമ്പോൾ, ഇത്ര മിനിറ്റിൽ എത്ര സമയം എടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇതായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ? ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ഉണ്ട്. അപ്പൊ അതിന് 529 വാട്ട് പവർ കൺസ്യൂം ചെയ്യും. എപ്പോ? 230 വോൾട്ടേജിൽ. അങ്ങനെയാണ് വാട്ട് ഈച്ച് ഓഫ് ദിസ് മീൻസ്. അതായത് നമ്മുടെ വീട്ടിലേക്ക്, ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലേക്ക് എത്ര വോൾട്ടേജ് കറണ്ടാ പ്രൊഡ്യൂസ് ചെയ്യണത്? 230 വോൾട്ടേജ് അല്ലേ. അത് ഓരോ രാജ്യത്തും മാറും കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഒരു സാധാ ഹൗസിലേക്ക് അല്ലെങ്കിൽ സാധാ ഒരു വീട്ടിലേക്ക് എത്ര? 230 വോൾട്ടാലേ കൊടുക്കണ്ടാവുക. അപ്പൊ ആ 230 വോൾട്ടിന് കൊടുക്കുന്ന ഹീറ്റിംഗ് അപ്ലയൻസിന് വേണ്ട വാട്ടാണ്, പവർ ആണ് എന്ത്? 529. അതാണ് അവർ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് ചോദിച്ചത്. വാട്ട് ഡു ഈച്ച് ഓഫ് ദിസ് മീൻസ്. അതായത് 230 വാട്ട് വോൾട്ടേജ് യൂസ് ചെയ്യണ ഒരു അപ്ലയൻസിന്, ഹീറ്റിംഗ് അപ്ലയൻസിന് എത്ര പവർ ആവശ്യമുണ്ട്? 529 വാട്ട്. അത്രേ ഉള്ളൂ. അതാണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണെങ്കിൽ what would be the power of this appliance if 100 volt is supplied? അതായത് അപ്പൊ ഇത്രയും വോൾട്ടേജിന് ഇത്രയും പവർ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വോൾട്ടേജിന് എത്ര പവർ ആവശ്യമുണ്ട്? സിമ്പിൾ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ അതേ മോഡൽ തന്നെ. അതായത് എന്താ, നമ്മള് എന്താ കണ്ടുപിടിച്ചത്? ഇപ്പൊ നമുക്ക് തന്നേക്കണ എന്താ? ഫസ്റ്റ് P1 എത്രയായിരുന്നു? 529 വാട്ട്. അവിടെ ഉണ്ടായ വോൾട്ടേജ് എത്രയായിരുന്നു? 238 വോൾട്ടേജ്. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? നമ്മൾ ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്കല്ലേ പോകുന്നത്. അതായത് ഒരു പ്രോബ്ലം നോക്കാം. ഓൺ ഹീറ്റിംഗ് അപ്ലയൻസ് ഇറ്റ് ഈസ് മാർക്ഡ് 529 വാട്ട് 230 വോൾട്ടേജ്. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അതായത് നമ്മുടെ വീട്ടിൽ പല അപ്ലയൻസസ് ഉണ്ടല്ലേ. എന്താ? TV, വാഷിംഗ് മെഷീൻ, അഥവാ ലൈറ്റ്, അങ്ങനെ പല 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 സാധനങ്ങളും ഉണ്ടല്ലേ. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്? അതിന് കൺസ്യൂം ചെയ്യണ പവറും വോൾട്ടേജും ഒക്കെ നമ്മൾ അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിനകത്ത് ലേബിൾ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഒരു അപ്ലയൻസ് ആണ് ഇത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു അപ്ലയൻസ്. അതിനെന്താ? അതിന്റെ പവറും വോൾട്ടേജ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡു ഈച്ച് ഓഫ് ദിസ് മീൻസ്. അതിന്റെ അർത്ഥം എന്താ? ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് 529 വാട്ടും 230 വോൾട്ടേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണം? ഒന്നുമില്ല. അതായത് ആ അപ്ലയൻസസിന് എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യേണ്ട, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്, അത്രേ ഉള്ളൂ. അതാണ് അതുകൊണ്ട് ഡിനോട്ട് ചെയ്യണത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ what would be the power of this appliance if 100 voltage is supplied?
അതായത് 100 വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പവർ എത്രയാണെന്ന്. അപ്പൊ 230 വോൾട്ടേജ് കൊടുത്തപ്പോഴേക്കും 529 വാട്ട് പവർ ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ 100 വോൾട്ടേജിന് എത്ര പവർ ആവശ്യമുണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. എന്തായിരുന്നു? P = V² R അല്ലേ? ആണല്ലോ. അപ്പോ നമുക്കറിയാം നമുക്കറിയോ ഈ ക്വസ്റ്റ്യനില് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, അത് നമുക്ക് അറിയില്ല അത് എത്രയെന്ന്. അപ്പൊ അതറിയാൻ വേണ്ടി നമുക്ക് ഓൾറെഡി P1 V1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് R കണ്ടുപിടിക്കാം. അതായത് R = ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ V1² ഡിവൈഡഡ് ബൈ P1 കിട്ടി. അതായത് V1² എന്താ? 230 × 230 ഡിവൈഡഡ് ബൈ എന്താ 529. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ അത് നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. അപ്പൊ എന്താ ആണല്ലോ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടി? 100 ഓം കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഇനി എന്താ? നമുക്ക് പുതിയ P2 V2 കണ്ടുപിടിക്കാം. അപ്പോ P2 എന്താണ്? P2 = V2² ഡിവൈഡഡ് ബൈ R അല്ലേ? അപ്പൊ V2² എത്രയാ? നമുക്ക് തന്നേക്കുന്നത് 100. അപ്പൊ 100 × 100 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? 100. കുറെ 100 അല്ലേ? നമുക്ക് അതെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്യണ്ട, ഒരെണ്ണം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്താൽ ബാക്കി എത്രയുണ്ട്? 100. അതായത് 100 വാട്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിപ്പോ ഈ P2 കിട്ടിയല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയല്ലേ? എന്ത് ഈസി ആയാലും ഇതൊക്കെ പഠിക്കാം. നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതൊന്നുമില്ല, സിമ്പിൾ കാര്യം അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു പ്രോബ്ലം കൂടി. ഇതോടെ ഈ ടോപ്പിക്കിന്റെ ഒരു ലാസ്റ്റ് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസ് 45,000 ജൂൾ ഓഫ് ഹീറ്റ് എനർജി വെൻ ഓപ്പറേറ്റഡ് ഫോർ 5 minutes. വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദ ഹീറ്റർ? ഡയറക്റ്റ് ഇക്വേഷൻ. അതായത് എന്താ, ഒരു ഹീറ്ററിന് എന്താ 45,000 ജൂൾസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് എത്ര പവർ കിട്ടി? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ആണ് തന്നേക്കുന്നത്. അതിനെന്ത് ചെയ്യണം? 5 മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ടാസ്ക്. അത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? H-ഉം P × T. H = P × T. അതായത് H-ഉം P-യും T-യും കൂടി ചേർത്ത് തന്നെ ഒരു ഇക്വേഷൻ. അപ്പൊ എന്താ ഡയറക്റ്റ് ഇക്വേഷൻ? 4,50,000 ഇൻറ്റു ടൈം എത്രയാ? 5 മിനിറ്റ് അല്ലേ? അതിനെ സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോഴേക്കും ഇൻറ്റു 60. അപ്പൊ എന്താ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും സോറി നമ്മളൊരു തെറ്റ് പറ്റിച്ചല്ലേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. നിങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല ഈ മിസ് എന്തീ കാണിച്ചു വെച്ചേക്കണെന്ന്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ തെറ്റെന്ന്? ഒന്നുമില്ല, ഞാൻ എന്താ കണ്ടുപിടിച്ചത്? എച്ചാലേ കണ്ടുപിടിച്ചത്. 4,50,000 എന്തായിരുന്നു? ജൂൾസ്. അതായത് ഹീറ്റ് ആയിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണോട്ടോ. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് വായിക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എച്ചാലേ 45,000 നമ്മൾ 4,50,000 നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, പിന്നെ ഇനി എന്താ നമ്മുടെ ടൈം എത്ര? 5 മിനിറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ്സിൽ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. 5 × 60. അപ്പൊ എത്ര കിട്ടി? 300. എന്താ H = P × T ആയിരുന്നു. അതിലൊന്നും ഒരു മാറ്റമില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട P അല്ലേ? P = H/T അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ. 4,50,000 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 300.
സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ 0 പോയി, ഈ 0 പോയി. ഇനി എന്തുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എത്ര കിട്ടി? നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇത് ആൻസർ എത്രയ്ക്കും കിട്ടണ്ടാവുക? 1500 പവർ ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെയാണല്ലേ, സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഒരു ഒറ്റ പ്രോബ്ലം കൂടി ഉണ്ട്, നോക്കിയേ. ഇഫ് എ 9 watt bulb operate for 1 hour daily for 30 days, what would be its energy consumption? അതാ 30 ഡേയ്സിനൊക്കെയുള്ള ബൾബിന്റെ ഒരു കളിയെ 30 ദിവസം ഒരു ബൾബ് ഓരോ മണിക്കൂർ വെച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ അത് എത്ര എനർജി എടുത്തിട്ടുണ്ടാവുന്നു? അതാ കുറച്ചധികം എനർജി എടുത്തിട്ടുണ്ടാവല്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? പവർ തന്നിട്ടുണ്ട്. ഇഫ് എ 9 volt വാട്ട്, അപ്പൊ പി തന്നിട്ടുണ്ടല്ലോ. പി എത്ര? 9 watt അല്ലേ? ഇനി ഫോർ എ 1 hour ഡെയിലി ഫോർ 30 days. അതാ 30 days. അതെങ്ങനെ 30 days? നമ്മൾ ഇത്ര നേരം ചെയ്തത് സെക്കൻഡ്സിലാ. അപ്പം 30 ഡേയ്സിന് എങ്ങനെ സെക്കൻഡ്സിലേക്കാക്കും? 30 ഡേയ്സിൽ എത്ര മണിക്കൂർ എന്നാ പറഞ്ഞത്? 1 hour. അപ്പൊ 30 ദിവസം ആകുമ്പോൾ ടോട്ടൽ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? 30 മണിക്കൂർ അല്ലേ? അപ്പൊ ടൈമിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 30 ഡേയ്സ് എന്താക്കി മാറ്റി? പെർ അവർ ആയതുകൊണ്ട് നമ്മളത് എത്രയാക്കി? 30 hour ആക്കി. 30 hour അത് വർക്ക് ചെയ്തല്ലേ ടോട്ടൽ ആ മാസം. ഇനി ആ അവറിനെ നമ്മൾ എന്താക്കണം? ആദ്യം മിനിറ്റ്സിലേക്ക് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 30 into 60 മിനിറ്റ്സ് അല്ലേ? ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താ? മിനിറ്റ്സിലായിരിക്കും. ഇനി എന്ത് ചെയ്യണം? അതിന് ഒന്നും കൂടി അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഓക്കെ, ഇതെന്താണ്? മിനിറ്റ്സ് ആണ്. മിനിറ്റ്സിലാണ് കിട്ടണം. ഇനി ഇതിനെ പിന്നെ നമ്മൾ എന്തിലേക്ക് വെക്കണം? ഞാൻ പറഞ്ഞല്ലേ ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനാ പിന്നീടും സെക്കൻഡ്സിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1.0800 സെക്കൻഡ്സ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്തോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഹീറ്റ് അല്ലെ എനർജി കൺസപ്ഷൻ. അതായത് ഈ എന്താ എനർജി കൺസപ്ഷൻ എന്ന് പറയണതും ഹീറ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്യണോ അതനുസരിച്ചാണല്ലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വൽട്ട് എന്താ? നമ്മുടെ സാധാ ഇക്വേഷൻ P into T അല്ലേ? P into T. അപ്പൊ എത്ര? P എത്ര? 10800 ഇൻറ്റു ടൈം എത്രയാ? ടൈം ആണ് ഇത്. P എത്രയാ? 9. ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ നോക്കണേ. 97200 ജൂൾ. എന്താലേ 9,72,000 ജൂൾസ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കറണ്ട് ബില്ല് വന്നത് കണ്ടിട്ടില്ലേ? ഇത് ഇത്ര ഉള്ള ഒരു പേപ്പർ, അത് കിട്ടുമ്പോ തന്നെ കാറ്റത്ത് പറന്നു പോണ ഒരു സാധനമാണ് അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം അച്ഛൻ്റെ അമ്മയുടെ എനിക്ക് വഴക്കിട്ടിട്ടുണ്ടെന്ന് അറിയാം. ആ സാധനം കൂടി ശ്രദ്ധിച്ച് എനിക്ക് എൻ്റെയിലായിരിക്കും മിക്കപ്പോഴും അവർ തന്നെ ഉണ്ടാവുക. അത് ഞാൻ എവിടെ വെക്കണം എന്നറിയില്ല. കാറ്റത്ത് എന്താ പറന്നു പോണ ഒരു സാധനവും കൊണ്ടെന്നാണ് അവർ തന്നേക്കുന്നത്. അപ്പൊ ഒരു ബൾബ് ഒരു 30 മണിക്കൂർ വർക്ക് ചെയ്തപ്പോഴേക്കും ഇത്രയും ജൂൾസ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഫാൻ ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, AC ഉണ്ട്. അതിന്റെ അമ്മേ എന്തോരം സാധനങ്ങളാ. ഇതിനൊക്കെ കൂടി എത്ര എനർജി ജൂൾസ് എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതി വരുമ്പോ ആ പേപ്പർ തികയോ? പറ്റോ? അതേപോലെ തന്നെ എന്തൊരു ടഫാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ഇത്തിരി ഈസിയാണ്, പക്ഷെ എന്ത് ടാസ്കാലേ. ഓക്കെ, ഈ ടാസ്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു സാധനം കൊണ്ടുതന്നെയാണ്. അതാണ് കിലോ വാട്ട് അവർ, അതായത് വാട്ട് അവർ. അതായത് ഒരു ഇലക്ട്രിക് അപ്ലയൻസ്, ആ അപ്ലയൻസിലേക്ക് ഒരു 1000 വാട്ട് പവർ അങ്ങോട്ട് കൊടുത്തു. എത്ര നേരത്തേക്ക്? 1 മണിക്കൂറത്തേക്ക് കൊടുത്തു. അപ്പൊ അത് എത്രത്തോളം എനർജി കൺസപ്ഷൻ ഉണ്ട്, എത്രത്തോളം എനർജി പണിയെടുക്കണ്ട്, അതാണ് എന്ത് 1 യൂണിറ്റ് വാട്ട് എന്ന് പറയുന്നത്. അതായത് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. നമ്മുടെ ഇങ്ങനത്തെ ജൂൾ റെപ്രസെൻറ്റേഷൻ ആകുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ടഫാ അല്ലെ? എക്സ്പ്രസ് ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും കുറച്ച് ടഫാ. അതിനാണ് നമ്മൾ കൊണ്ടുവന്നത് കിലോ വാട്ട് അവർ. അതായത് 1000 വാട്ട് എനർജി ഒരു ഹീറ്റ് അപ്ലയൻസിലേക്ക് പവർ കൊടുക്കുമ്പോഴേക്കും അത് എത്ര നേരത്തേക്ക്? 1 മണിക്കൂറത്തേക്ക് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യേണ്ടത്, അതാണ് എന്ത് കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ ഇനി കിലോ വാട്ട്
അവറിലേക്ക് മാറ്റാനായിട്ട് സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. കാൽക്കുലേറ്റ് ദ എനർജി കൺസപ്ഷൻ ഇഫ് എ 500-watt grinder and 600-watt electric iron each operate for 2 hours. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജൂൾസ് ചെയ്യേണ്ട. ഇനി എന്താ, നമുക്ക് കിലോ വാട്ട് അവർ ഇല്ല. അപ്പൊ സിമ്പിൾ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടാവുക. അപ്പൊ കിലോ വാട്ട് അവറിലേക്ക് ആക്കാൻ വേണ്ടി എനർജി ഇൻ കിലോ വാട്ട് അവർ അത് എക്സ്പ്രസ് ചെയ്യാൻ KW. അപ്പൊ കിലോ വാട്ട് അവറിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? P×T ആയിരുന്നല്ലേ? ഒന്നുമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ കിലോ വാട്ടിലല്ലേ, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000. എന്താ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1000. ദാറ്റ്സ് ഓൾ. അപ്പൊ ഈ പ്രോബ്ലം നോക്കിയേ, നമ്മൾ പവർ എന്താ, ഒരു വസ്തുവാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ 2 വസ്തുക്കൾ അറ്റ് എ ടൈം പവർ വെച്ച് പണിയെടുക്കാം അല്ലെ? അപ്പൊ എന്ത് ചെയ്തു, P = ഏതൊക്കെ സാധനങ്ങൾ അപ്പൊ വർക്ക് ചെയ്യേണ്ട 2 മണിക്കൂറിൽ? ഗ്രൈൻഡറും വർക്ക് ചെയ്യേണ്ട, ഇലക്ട്രിക് അയണും വർക്ക് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് ഗ്രൈൻഡർ പ്ലസ് ഇലക്ട്രിക് ഹീറ്ററിന്റെ ഇതല്ലേ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1100 വാട്ട്. അപ്പൊ ടോട്ടൽ ആ 2 മണിക്കൂറിൽ വർക്ക് ചെയ്യണ പവർ എത്രയാ? ഇതാണ്. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയാ? 2 hours. ഇത് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റണ്ട, കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന എത്ര? കിലോ വാട്ട് അവറിലാ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക P×T ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എന്താ P എന്താ 1100 ഇൻറ്റു T എന്ന് പറയുമ്പോഴേക്കും 2 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എന്താ 2 ഡിവൈഡഡ് ബൈ 5 ആയി. അപ്പൊ ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എത്ര? 2.2 കിലോ വാട്ട് അവർ. മനസ്സിലായോ? അപ്പൊ ഇത് നേരത്തെ നമ്മളൊരു ട്രെയിൻ പോലെ വലിയൊരു വാല്യൂവിനെ നമ്മൾ എന്തായാലും കുട്ടി വാല്യൂ ആക്കി മാറ്റിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി കിലോ വാട്ട് അവറിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ജൂളിൽ ചെയ്യണ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇപ്പൊ എക്സാമിന് സ്പെസിഫിക് ആയിട്ട് കിലോ വാട്ട് അവർ എന്നാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക ചെയ്യാം. ഇനി ജൂൾസിലാണ് നിങ്ങൾക്ക് കംഫർട്ട് എങ്കിൽ ജൂൾസിൽ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തായി ഡിവൈഡ് ബൈ 1000 ചെയ്താലും മതി. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോ ഇത്രയും എനർജി കൺസപ്ഷൻ പഠിച്ചു, എന്തോരം കൺസപ്ഷൻ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും എനിക്കറിയാം നിങ്ങൾ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിട്ടായിരിക്കും അല്ലെ പണിയെടുക്കണ്ടാവുക. അല്ല സോറി, പണിയല്ല, നിങ്ങൾ പഠിക്കണ്ടാവുക അല്ലെ? ഓക്കെ, അപ്പോ നിങ്ങൾ പഠിച്ചറിയാം, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ഈ ലൈറ്റും ഫാനും എത്ര പേര് ഓഫ് ചെയ്യും? എല്ലാവരും ഓഫ് ചെയ്യണം കേട്ടോ. കാരണം എന്താ, നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഇലക്ട്രിക് കൺസപ്ഷൻ ഇത്തിരി കൂടുതലായി വരുന്നുണ്ട്. കാരണം എന്താ, പോപ്പുലേഷൻ കൂടുന്നു, അതേപോലെ തന്നെ ഇലക്ട്രിക് അപ്ലയൻസസിന്റെ ക്വാളിറ്റി ഒക്കെ കൂടിയോണ്ട് എല്ലാവരുടെ വീട്ടിൽ ഇപ്പൊ ചറപ്പറ സാധനങ്ങളാണ്. അതൊക്കെ എന്താ എല്ലാവരും ഇങ്ങനെ ഇട്ടിട്ടു. ഞാനൊരു മെയിൻ ആളിലോട്ട് എവിടെ പോയിരിക്കണോ അവിടെ പോയി ലൈറ്റും ഫാൻ ഇടും. എന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പോകുമ്പോഴേക്കും എന്താ ആ ലൈറ്റും ഫാൻ ഓഫ് ചെയ്യേണ്ട, അങ്ങനെ നടക്കും. അപ്പൊ നമ്മൾ ഇനിയുള്ള നല്ല ഗുഡ് ഗേൾസ് ആൻഡ് ബോയ്സ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എവിടെ ഇരുന്നാലും അവിടുത്തെ എവിടെയാണോ ഇരിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളപ്പോൾ മാത്രം ലൈറ്റും ഫാനും ഇടുക. ദെൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് അപ്ലയൻസസ് ആണോ അത് യൂസ് ചെയ്യുക. ദെൻ ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അത് ഓഫ് ചെയ്യുക. അതാണ് നമ്മൾ കൺസപ്ഷൻ, ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ കുറക്കാൻ വേണ്ടിയുള്ള ഒരു റെമഡി. പിന്നെ ഞങ്ങൾക്കൊരു നെയ്ബർ ആൻറ്റി ഉണ്ടായിരുന്നേ. ആൻറ്റിയുടെ അവിടെ അവരെല്ലാവരും വർക്കിംഗ് ആയിരുന്നു. അപ്പൊ വർക്കിംഗ് ആയിട്ടും അവരുടെ കറണ്ട് ബില്ല് കാണുമായിരുന്നു 5000, 6000, 4000 എന്നൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങളല്ലേ വീട്ടിൽ 24 മണിക്കൂർ ഇരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വന്നില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും അവരുടെ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചു. പിന്നീടല്ലേ അവരെ തന്നെ ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി അവർക്കൊരു AC ഉണ്ടായിരുന്നു. ആ AC എന്തായിരുന്നു, ഇത്തിരി പഴയതായിരുന്നേ. അപ്പൊ പഴയതായപ്പോഴേക്കും അതിന്റെ എനർജി കൺസപ്ഷൻ എന്തായിരുന്നു, കൂടുതലായിരുന്നു. അവർ ഈവൻ 1 hour പോലും ഇട്ടിരുന്നെങ്കിൽ പോലും എനർജി നല്ല രീതിക്ക് യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ അവരുടെ കറണ്ട് ബില്ല് അങ്ങനെ കൂടി. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ അപ്ലയൻസസും ഗുഡ് ക്വാളിറ്റി ആണോ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഇപ്പോഴത്തെ ഫാഷൻ എന്താ, LED ലൈറ്റ്, BLDC ഫാൻ, ഇതൊക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യാൻ, ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എനർജി കൺസപ്ഷൻ എന്താണ്, കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇനി
ഒരു വീടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് എന്തെങ്കിലും മേടിക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ എനർജി കൺസപ്ഷൻ കുറക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പൊ ഇത്തിരി കൂടിയിട്ടുണ്ട്. ഒരിടക്ക് അല്ലെങ്കിൽ I think 2 years ബാക്ക് ഒക്കെ നമ്മൾ എപ്പോഴും ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും കറണ്ട് കട്ട് ഉണ്ടായല്ലേ. ശരിയാ, നമ്മുടെ ഇവിടെ ഹൈഡൽ പവർ പ്ലാന്റ്സ്, തെർമൽ പവർ പ്ലാന്റ്സ് അങ്ങനത്തെ പല സാധനങ്ങളും യൂസ് ചെയ്യണ്ടെങ്കിൽ പോലും നമ്മുടെ എനർജി പ്രൊഡക്ഷൻ ഇത്തിരി കമ്മിയായിരുന്നു അല്ലെ. കാരണം എന്താ, നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നു, നമ്മൾ കൺസ്യൂപ്ഷൻ കൂടുന്നു, എല്ലാം കൂടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ എനർജി ക്രൈസിസ് ഒരു എക്സ്റ്റെൻഡിലേക്ക് വന്നു. എനർജി കുറയും, നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ കേരളത്തിൽ ഒരു ഇത് വന്നെന്ന് വെച്ചാൽ നമ്മൾ അരമണിക്കൂർ കറണ്ട് കട്ട്, 1 മണിക്കൂർ. എൻ്റെ അമ്മൂമ്മക്കൊക്കെ ഇരട്ടിപ്പണിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ സമയത്താണ് സീരിയലിരുന്ന് കാണുക. ആ സമയത്ത് തന്നെ അവരുടെ ഫേവറേറ്റ് സീരിയൽ ആകുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ KCB അങ്ങോട്ട് ഇത് ഊരിക്കളയും. അവര് KCB ചീത്ത വിളിക്കാത്ത ഒരു ദിവസമില്ല. പക്ഷെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി തന്നെയാണല്ലേ. അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മളിപ്പോ കൊണ്ടുവന്ന എന്താ, സോളാർ അല്ലേ. സോളാർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, സണ്ണിന്റെ എനർജി യൂസ് ചെയ്ത് അത് ഇലക്ട്രിക്കൽ എനർജി ഫോമിലേക്ക് മാറ്റുന്നു. ഇപ്പൊ എനിക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു സോളാർ പാനൽ കൊണ്ടുവരാൻ ഉണ്ട്. കാരണം ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് നമുക്ക് സ്മോൾ യൂണിറ്റ് ഓഫ് വോൾട്ടേജ് കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പാനൽ വെക്കുമ്പോൾ, അതായത് ഗ്രൂപ്പോ സിംഗിൾ സെല്ല് വെക്കുമ്പോഴേക്കും എനർജി കൺസപ്ഷൻ പ്രൊഡക്ഷൻ എന്തായിരിക്കും, നല്ല രീതിക്ക് കൂടും അല്ലേ. ആൻഡ് ഓൾസോ സോളാർ സെൽ എന്ന് പറയുമ്പോൾ ഈവൻ ഒരു കേരളക്കാരി അല്ലെങ്കിൽ ഒരു എറണാകുളംകാരി എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രൗഡ് മൂമെന്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ദ വേൾഡ് ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഫുള്ളി സോളാർ യൂസ് ചെയ്ത് പ്രോസസ് ചെയ്യണുണ്ടാവുക. അപ്പൊ അതൊക്കെ ഒരു പ്രൗഡ് അല്ലേ. വേൾഡിൽ തന്നെ ആദ്യത്തെ ഒരു എയർപോർട്ട് സോളാറിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന പറയുന്നത്, അതൊക്കെ ഒരു ഗുഡ് ഇതാണല്ലേ. അത് മാത്രമല്ല, അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ എനർജി ക്രൈസിസ് നമ്മൾ എന്ത് ചെയ്യാൻ പോണു, കുറക്കാൻ വേണ്ടിയല്ലേ നോക്കുന്നുണ്ടാവുക. പിന്നെ ഇനി കൊണ്ടുവന്ന റൂഫ് ടോപ്പ് സോളാർ സെൽസ് അല്ലേ. റൂഫ് ടോപ്പ് സോളാർ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് ഓഫ്കോഴ്സ് എല്ലാവരുടെ ഇപ്പോഴത്തെ സോളാർ സെൽ വെക്കുമ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലല്ലേ സോളാർ സെല്ലൊക്കെ വെക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് ആഫ്റ്റർ ഓൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എനർജി പ്രൊഡക്ഷന് ഈവൻ ആ ഒരു സോളാർ സെല്ലിനെ കൊണ്ട് താങ്ങാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാം, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ അത് ഉപകാരപ്പെടുകയും ചെയ്യും അല്ലെ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് പൊല്യൂഷൻ അങ്ങനത്തെ കുറെ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ആ ഗ്യാസ് പ്രൊഡക്ഷൻ അതൊക്കെ കുറയും. അതേപോലെ തന്നെ ഒരു എനർജി ക്രൈസിസ് നിന്ന് മാറേണ്ടതാണ് കാർബൺ ഫുട് പ്രിന്റ്. അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മൂലം നമുക്ക് കാർബൺ ഡയോക്സൈഡും ഫ്ലൂറോ കാർബണും CFC ഇതൊക്കെ പ്രൊഡക്ഷൻ കൂടി വരാല്ലേ. അത് നമ്മുടെ ഹാർംഫുൾ ആണ് നമ്മുടെ ഇനി ജനറേഷനും അല്ലെ നമ്മുടെ ഇനി വന്നതിനും ഇപ്പൊ കറന്റ്ലി ഉള്ളതിനൊക്കെ നല്ലൊരു ബാഡ് ഇമ്പാക്റ്റ് ആണല്ലേ. അപ്പൊ നമ്മൾ കാർബൺ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ നോക്കണം. അതായത് നമ്മളിപ്പോ ഡെയിലി പോകല്ലേ, നമ്മൾ യാത്ര ചെയ്യണവരാണല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള വഴി നോക്കുക, ഡോണ്ട് വേസ്റ്റ് ദ ഫുഡ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, ഈ കാർബൺ പ്രൊഡക്ഷനും പ്ലാസ്റ്റിക് കത്തിക്കുക അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുക. അപ്പൊ ഇതൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റർ ആയിട്ട് വരും, നമ്മുടെ എനർജി കൺസപ്ഷൻ കൂടും, നമുക്കിനി ഫ്യൂച്ചറിലേക്കും കറന്റ്ലിയും എല്ലാത്തിനും ഒരു ചേഞ്ചസ് വരുത്തും അല്ലെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു, എന്താണ് ഇലക്ട്രിക് ചാർജ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ജൂൾസ് ലോ, ഓംസ് ലോ അതൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് പവർ, നമ്മുടെ ബാഹുബലിയുടെ പവർ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രിക്കിന് ഒരു പവർ ഉണ്ടല്ലേ, ഇലക്ട്രിക് പവർ, അത് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ഇതിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയി. നമ്മൾ എനർജി ക്രൈസിസും എങ്ങനെ രക്ഷപ്പെടാം, എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്ററേ തീർന്നു ഇല്ലേ. ഇത് പെട്ടെന്ന് തീർന്നു. ഒരു 2 സെക്ഷനോടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വേണ്ടത് എന്തായിരുന്നു, ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ. അതെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേക്കും എങ്ങനെ അത് ആൻസർ ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണം, എന്ത് രീതിക്ക് ആൻസർ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് എടുക്കണം, ഇതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എങ്കിലും ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നില്ലേ. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് മനസ്സിലായി നോക്കണം. അപ്പൊ നമുക്കിനി ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരു പേടിയും വേണ്ട. ഇനി ഒരു ചാപ്റ്റർ നമ്മൾ പുഷ്പം പോലെ പഠിച്ചെടുത്തു. അപ്പൊ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ
ഇനി പതിയെ പതിയെ ഓരോ ചാപ്റ്റർ ആയിട്ട് സെറ്റായി ക്രിസ്മസിനും പ്രീ മോഡലിനും മോഡലും SSLC ഒക്കെ ഫുൾ A+ഓടെ നമ്മൾ പാസ്സാകും. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ബൈ.